വിഗ് ഓൾറെഡി സ്ട്രൈറ്റ് ആയിട്ട് ചീവി ആ മുടി മൊത്തം ഒരു വിലയില്ലാട്ടോ. അമ്മൂന്റെ വിചാരം അമ്മ ഭയങ്കര സ്റ്റൈലാണ്. അവര് ബ്ലോ ഡ്രൈ ചെയ്ത് ഹീറ്റ് ചെയ്ത് ഗൈസ്, നമ്മുടെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇതെന്ന് പറയാൻ നമ്മളൊരു പ്രാങ്ക് കൊടുക്കാൻ പോവാണ്. ആർക്കാണ്? അമ്മയ്ക്ക്. ഞാൻ എൻ്റെ മുടി നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്ന പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ത്രെഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് പകുതി പറഞ്ഞാൽ ത്രെഡ് ചെയ്യാൻ പോവാന്നാണ്. വെട്ടും എന്ന് കാല് വെട്ടും, കൈ വെട്ടും, തല വെട്ടും എന്നൊക്കെ പറയുന്നത്. വീട്ടിൽ കേറ്റില്ല കാണാം. വീട്ടിൽ കേറ്റില്ല എന്നൊക്കെ പറയുന്നത്. നമുക്ക് എന്തായാലും അമ്മയുടെ റിയാക്ഷൻ നമുക്ക് നോക്കാം. ഓൾറെഡി നമ്മൾ ഫ്ലിപ്കാർട്ടിൽ മുടിയൊക്കെ വാങ്ങിച്ച് വിക്കൊക്കെ വാങ്ങിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ത്രെഡ് ചെയ്യണം, മുടി ഒന്ന് സെറ്റ് ചെയ്യണം. നമ്മൾ പത്തനായിരത്തെ എന്തായിരുന്നു അതിൻ്റെ പേര്, വെൽമോ സലൂൺസിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ പുതുതായിട്ട് തുടങ്ങിയതാണ്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. 2-3 ബ്യൂട്ടി പാർലറിലൊക്കെ പോയി നമ്മൾ ത്രെഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് നമ്മൾ ഒരിക്കലും അങ്ങോട്ട് പോയില്ല. ആ ഭാഗത്തോട്ടേ നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. നമ്മൾ ഇവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. പ്ലസ് അമ്മയുടെയും ബേബിയുടെയും അപ്പൂൻ്റെയും റിയാക്ഷൻ കാണും. നമ്മളെല്ലാവരും ജസ്റ്റ് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ മുടി വെട്ടാൻ പോവുകയാണെന്ന്. ജസ്റ്റ് നമ്മളതൊന്ന് വെച്ച് നോക്കിയപ്പോ തന്നെ നമുക്ക് തന്നെ ഞാൻ മറ്റേ ഹസ്ബൻഡ്സ് ഇൻ ഗോവയോ ഹാപ്പി ഹസ്ബൻഡ്സോ സലിംകുമാറിന്റെ ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ ആക്കിയിട്ടൊക്കെ ഞാൻ വരും. നമുക്ക് ത്രെഡൊക്കെ ചെയ്തിട്ട് കാണാം. നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ ഇവിടുന്ന് ഈ വളവ് തിരിയുമ്പോൾ നമ്മുടെ വീട്. അപ്പം നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ആൾക്കാർ കാണുന്നതിന് മുന്നേ തലമുടി ഇതൊന്ന് ഫിറ്റ് ചെയ്യാം കേട്ടോ. നമുക്കറിയത്തില്ല, നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അമ്മനെ പറ്റിക്കാൻ നമുക്ക് എന്തായാലും. ഓക്കെ, ഇതാണ് ഫ്ലിപ്കാർട്ടിൽ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ പ്രാങ്ക് ചെയ്യണമെങ്കിൽ ഞാനിത് എന്തായാലും ഇവിടെ അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും മെൻഷൻ ചെയ്തേക്കാം. നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചോളൂ. ഒരു കോലമായിട്ട് മൊത്തത്തിൽ ഒരു കോലമാണ് പ്രഗ്നൻസിക്ക്. പക്ഷെ ഞാൻ ഇപ്പം അതിലും വലിയൊരു കോലം. ഞാൻ എൻ്റെ കെട്ടേൻ്റെ അടുത്ത് എൻ്റെ അങ്ങനെ അടുത്ത് ഞാൻ മുടി വെട്ടാൻ പോകുന്ന പറഞ്ഞപ്പോഴേ പറഞ്ഞു, നിനക്കൊരു കോലം ഇല്ല, ഒരു ചേലും ഇല്ല, ഒരു ഭംഗിയില്ല, ഒരു മെനയില്ല, മുടിയും കൂടെ വെട്ടരുതുള്ളൂ. പക്ഷെ എൻ്റെ മുടി എനിക്കൊരു ഭാരമാണെന്ന് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. മുടിയൊക്കെ പോണ പോക്കെ ഗൈസ്. പ്രഗ്നൻസിക്ക് ശേഷം മുടിയൊക്കെ എങ്ങോട്ടാണ് പോകുന്നൊരു പിടിയില്ല. അപ്പുറത്തൊരു പശുവിനെ കൊണ്ടിരുന്നു, പശുവിനെ ഓടിച്ചിട്ട് കൊടുത്തു. ഇതേത് രൂപം. നല്ല പൊഴിയുന്നുണ്ടല്ലോ. വിഗും നല്ല പൊഴിയുന്നുണ്ട്. വിഗിനും താരനുണ്ട്. കൊള്ളാമോടാ? ഇങ്ങനെ വെട്ടി എങ്ങനെ ഇരിക്കും? രശ്മിനാണോ? നൂറാണോടാ? ഇങ്ങനെ കിടക്കട്ടെ. ഇങ്ങനെ കിടന്ന ഇങ്ങനെ സൈഡ് വയ്ക്കും. ഡോറയ്ക്ക് ഒരു 50 വയസ്സായി ഇങ്ങനെ ഇരിക്കുന്നു. ഇപ്പൊ കമന്റ് കേളവി. വിഗ് ഓൾറെഡി സ്ട്രൈറ്റ് ആയിട്ട് ചീവി ആ മുടി മൊത്തം അടിക്കുന്നതാ. അമ്മയുടെ തുച്ചുകൂലിയും കേട്ട് അടി വാങ്ങി. ബ്ലോ ഡ്രൈ ചെയ്തേക്കുവാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് ഇംഗ്ലീഷിൽ അറിയാത്ത കുറെ വാക്കുകൾ അമ്മയുടെ തട്ടി കിട്ട അമ്മ വിശ്വസിക്കും. ഗൈസ് ഇങ്ങനത്തെ ഒരു കോലമാണെങ്കിൽ പാലിന്റെ മണം വെച്ചിട്ട് അവന് തിരിച്ചറിയാൻ പറ്റും. വയസ്സായ ഡോറ
40-45 വയസ്സുള്ള ഡോറ. കിലുക്കത്തിനകത്ത് ജഗതി അമ്മ പച്ച ഉടുപ്പും കൂടെ ഇട്ട് ഞാൻ വന്നിരുന്നെങ്കിൽ ആ ജഗതിനെ കണക്കിരുന്നു എൻ്റെ ഇപ്പോഴത്തെ ബോഡി ഷേപ്പ് വെച്ചിട്ട്. ഇവ അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഹീറ്റ് ചെയ്തേക്കുക. എന്തോ വൃത്തിയേടാ ആ മോന്റെ ഒരു ശക്കലും ചേരുന്നില്ല കേട്ടോ. അമ്മ ഡോറ ബുജിനെ ഡോറേനെ കണക്കി വയസ്സായ ഡോറ. ആ നിനക്ക് അപ്പൂസ കിട്ടിക്കോളൂ. அந்த குரங்கு பொம்மை என்னவள ഹീറ്റൊക്കെ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾ പറയാൻ എങ്ങനെയുണ്ട് എൻ്റെ അയ്യ പട്ടായിട്ടുണ്ട്. അമ്മ വണ്ണമുള്ളവർക്ക് അമ്മ വണ്ണമുള്ളവർ പല്ല് പറിക്കിറങ്ങണം. ഇപ്പൊ ഇന്നലെ വൃത്തിയായിട്ട കോലം കാണിച്ചോണ്ട് വന്നേക്കുവാ. ഞാൻ പറഞ്ഞു ഒരു വിലയില്ല കേട്ടോ. അമ്മൂന്റെ വിചാരം അമ്മ ഭയങ്കര സ്റ്റൈലാണ്. ഒരു പേരൊന്നും വളർത്തില്ല. ആ വില കിട്ടിക്കോളും. കയ്യും കണക്കും ഇല്ലെന്നുള്ളതാ. വീട്ടിലുള്ളവർ പറഞ്ഞ ഒരു ഭാഗം കേൾക്കത്തില്ല. അതിനെ പിടിച്ചോണേ. വയസ്സായ ഡോറ. അതെന്താ പറയാ അവര് ബ്ലോ ഡ്രൈ ചെയ്ത് ഹീറ്റ് ചെയ്ത് വയസ്സായ ഡോറയാ. ഒരു 45 വയസ്സായ ഡോറ. കൊള്ളാവോ? കൊള്ളാമോ? ഇഷ്ടപ്പെട്ടില്ലേ? ലോങ് ഹെയർ ആണോ എനിക്ക് ഇഷ്ടം? അതിലാണോ വീണത്? അബ്ബൂസ് വീട്ടിൽ കയറ്റത്തില്ലെന്ന് പറഞ്ഞേക്കുന്നു. അമ്മ വീട്ടിൽ കയറ്റത്തില്ല എന്ന് പറഞ്ഞുള്ളതുകൊണ്ട് അവിടെ ഇരിക്കുന്നു. അവിടെ പോയപ്പോ അവിടെ ഒത്തിരി പിള്ളേർ പോലെ കിട്ടുന്നില്ലേ? ചെവിക്കാണ് നല്ല 2 എണ്ണം കൊടുക്കാത്തതിന്റെ കുഴപ്പമില്ല, വേറൊന്നുമല്ല. പഞ്ഞിട്ടത്തിന് ഓരോന്ന് കാണിച്ചോണ്ട് വെക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട എന്റെ ഇഷ്ടം ഞാൻ ചെയ്യുന്നത്. എനിക്ക് വരുമാനമുണ്ട്, അതുകൊണ്ട് എന്റെ ആ പൈസക്ക് ഞാൻ എന്റെ ഇഷ്ടത്തിന് ഞാൻ നടക്കും. കൊച്ചു അന്തം വിട്ടിരിപ്പുണ്ട്. ഇതേതായത് സ്പേസിന്ന് വന്ന ജാദു. സലീംകുമാർ അല്ലേ? സലീംകുമാർ. എനിക്ക് ഇഷ്ടപ്പെട്ടു കണ്ണാടി നോക്കിയപ്പോ. അവിടുത്തെ കണ്ണാടി നോക്കിയപ്പോ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പൊ ശരി, ഞാൻ എന്റെ ആങ്ങളെ നീ എന്താ കാണിച്ചോണ്ടിരിക്കാ? ഞാൻ എന്താ കാണിക്കുന്നത്? ഞാൻ വീഡിയോ എടുക്കുന്നു, വ്ളോഗ് എടുക്കുന്നു. വ്ളോഗ് വ്ളോഗ് വ്ളോഗ്. വന്നേ പോയാ അങ്ങോട്ടെ. എന്റെ പച്ച എന്റെ അടുത്ത് സത്യ വന്നേ. കൊള്ളത്തില്ലേ? ഇഷ്ടപ്പെട്ടില്ലേ നിനക്ക്? അതെനിക്ക് ഇഷ്ടപ്പെടാത്തത് എനിക്കത്ര ഇഷ്ടപ്പെടാത്തത് മാമൻ കൊണ്ടുവിടാം. മുടി വെട്ടി മാമേ. അത് മുടി വെട്ടി മാമേ. മാമി അമ്മയുടെ ചോദിച്ചു നോക്ക്. അമ്മ നന്നോടെ പരതെറിയും വിളിച്ചോണ്ടിരിപ്പുണ്ട്. ഊളന്മാരെ കൊണ്ടാവാറായി. നല്ല മുടി ഉണ്ടായിരുന്നാണ് നീ പെട്ടെന്ന് നല്ല മുടി കിട്ടേ.
അത് തന്നെയാണ് ഊളംപാറ കൊണ്ടുപോകാൻ. എല്ലാരും കണ്ണു മാമി ഭയങ്കരമായിട്ട് മുടി പൊഴിയുന്നു, ഭയങ്കരമായിട്ട് മുടി പൊഴിയുന്നു. അതിപ്പോ പൊഴിഞ്ഞിട്ട് ചൂടായോണ്ടാ കൊള്ളത്തില്ലേ? കൊള്ളത്തില്ല, ഒരുമാതിരി ഇരിക്കുന്നു. എന്റെ ആണുങ്ങളുടെ കൂട്ടിരിക്കുന്നു. ആണുങ്ങളല്ല നീഗ്രേ കണക്കിരിക്കുന്നെന്ന് പറ. ഈ എന്റെ അഭിപ്രായം ഞാൻ പറയാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നോന്ന് അറിയത്തില്ല. കറുത്ത വർഗ്ഗക്കാരില്ലേ അതുപോലെ ഇരിക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെടത്തില്ല, അതുകൊണ്ടുള്ളവരെ ഞാൻ മുഖത്ത് നോക്കി പറയാം. അതാ പറഞ്ഞ എന്താ ഒരുമാതിരി ഇരിക്കുന്നു, നിന്റെ മുഖവേ മാറിപ്പോയി. അത് വെയിൽ കൊണ്ടിട്ട് വന്നേ മാമി, പിന്നെ പിരിയം എടുത്ത്, അപ്പൊ അതിന്റെ ഇത് ഇത് എടുത്തതിന്റെ അല്ല, ആ മുടി വന്നപ്പോ എന്ത് രസമായിരുന്നതാണ്. അവള് മുറിച്ചോ? ഇല്ല മമ്മി. അവളെ നാളെ പറഞ്ഞോണ്ട് മുറിക്കാൻ. അവളെ മുട്ട അടിക്കണം. നോ മമ്മി നോ, ഞാൻ മുറിക്കത്തില്ല. കല്ല് പറക്കി എറിയണം, കല്ല് പറക്കി. എന്തൊരു അഹങ്കാരം, ഓരോരുത്തർ മുടിയില്ലാതെ. ഇതിനൊക്കെ ഊളംപാറ കൊണ്ടാണ് அந்த குரங்கு பொம்மை என்ன விலை? കണ്ണോട്ടത്തുനിന്ന് പൊക്കോ, കല്ല് പറക്കി എറിയുമ്പോ. ഓക്കെ. പറ്റിച്ചാടാ. വല്ലാത്ത തൂക്കടമ്പു നിനക്ക്. ബാക്കി കുറഞ്ഞ മുട്ട അടിച്ചേനെ കുറച്ച്. തീ കത്തിയായിരുന്നോ? നെഞ്ച് തീ കത്തത്തില്ല, ഞാൻ തലക്ക് ഞാൻ തീ വെച്ചായിരുന്നു. മുടി എന്താണ് ഇരിക്കുന്നത്? കൊറിയ ഏതൊരു രാജ്യം ഉണ്ടല്ലോ, നീഗ്രോ, കറുത്ത നീഗ്രോ, അത് കണക്കിരിക്കുന്നു. എന്റെ മുടിക്ക് ഇത്ര ഫാൻസ് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴും അറിയുന്നത്. ഹലോ, കൊള്ളാമോടാ? കുഴപ്പമില്ല, പക്ഷെ യൂട്യൂബിന്റെ ഇതിനകത്ത് ഇത് പ്രശ്നമാവും, അതറിയാവോ? യൂട്യൂബോ? അതെന്തോ? നമ്മളെ യൂട്യൂബിലൊക്കെ നോക്കിയാൽ അവർക്കെന്ന് പറയുമ്പോഴത്തേക്കും പുതിയതയും ആശിച്ചും കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു കുടുംബത്തിലുള്ളവരെയൊക്കെയാണ് ഇഷ്ടം. നിന്നെയൊക്കെ കണ്ടപ്പോ ആ രീതിയിൽ അവർക്കൊക്കെ തോന്നിയിട്ടുണ്ട്. വലിയ മോഹനായിട്ട് തോന്നിയിട്ടില്ല. ഇത്തിരി ആൾക്കാർ മോഹനൊക്കെ ആവുമ്പോഴത്തേക്കും അവർക്ക് വരുന്ന കമന്റുകളും കാര്യങ്ങളും അതുകൊണ്ട് കിടന്നുണ്ടോ കേട്ടേക്ക് കൂടുക. ഇതിപ്പോ നീ തകർത്തെ കാണിച്ചേക്കുന്നത്. നിനക്ക് ആ കൊച്ച് ഈ ഒരു തള്ളേന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഇപ്പൊ മാറിയെങ്കിൽ ചോദിക്കോ ചാനലിന് ഇത് തോറ്റോ? എന്റെ ലുക്ക് എങ്ങനെയുണ്ട്? കൊള്ളാമോടാ കുട്ടു? പത്തനായിരത്തി പോയി സെറ്റാക്കി. ചെറുതിന് പരിപാടി കൊള്ളത്തില്ലേ? പിന്നെ നോക്കാം. എങ്ങനെയുണ്ട്? എങ്ങനെ
വേണം. ഞാൻ ചിലപ്പോൾ അവിടെ വല്ലതും പോയി വെട്ടിട്ട് ഞാൻ പെയിന്റിങ്ങിനും കൂടെ അത് ചെയ്തായിരിക്കുന്നത്. ഞാനിത് ആ രീതിയിൽ ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ടോ. അപ്പൊ അയ്യം തെറ്റാണ് അയ്യം ഡയമണ്ട് കൊണ്ടുവരാൻ വേണ്ടി ഒരു പെസ്പേറ്റ് കിട്ടില്ല. അദ്ദേഹമൊക്കെ സൂര്യ ജയന സിനിമയുടെ സൂര്യ. എനിക്ക് ഇത്ര ഫാൻസ് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. പക്ഷെ എനിക്കിതൊരു നമ്മുടെ പ്രാങ്ക് കുറേ നാളായിട്ട് ഞാൻ വിചാരിച്ചത് ഈ പ്രാങ്കായിരുന്നു. പക്ഷെ ഇന്നാണ് എനിക്ക് സമയം കിട്ടിയത്. എനിക്ക് 2 പേർക്ക് ഒന്നിച്ച് പുറത്തുള്ള സമയം കിട്ടിയത് ഇന്നാണ്. അപ്പം നമ്മൾ ഇത് 2-3 ദിവസം മുന്നേ വന്ന സാധനമാണ്. ആ സമയത്ത് അമ്മ ഇവിടെ ഇല്ലായിരുന്നു. നമ്മളത് വാങ്ങിച്ചു വിളിപ്പിച്ച് അലമാരെ വിളിപ്പിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു പ്രാങ്ക്? എന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കുന്നത് കാര്യമായി. വീഡിയോ എടുത്തോണ്ടാണ് കുറച്ചും കൂടി സൗമ്യമായിട്ട് എന്നെ അമ്മ സംസാരിച്ചത്. അല്ല ഞാൻ തലമണ്ട അടിച്ചു പൊട്ടിച്ചത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ പ്രാങ്ക് കൊടുക്കണമെങ്കിൽ ഞാൻ ആയിട്ട് എന്തായാലും ഇവിടെ ചായ നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തോളൂ. ഇതൊക്കെ சுஷ்மி அந்த குரங்கு பொம்மை என்னவள கண்ணாடி சார் அது நம்ம மூஞ்சி அப்படி இருக்கு. പ്രാങ്കിന് പറ്റിയ ഒരു സാധനം കണ്ടുപിടിച്ചിരിക്കുന്നു. അപ്പൊ ഗൈസ് അടുത്തൊരു വ്ലോഗ് വേദന എടുക്കുമ്പോൾ വയ്യ എനിക്ക്. അടുത്ത വ്ലോഗ് കാണുന്നുണ്ട്. ബൈ 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 ബൈ.